പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്രം അവസാനിപ്പിച്ചതിൽ നിന്നല്ല കേരളം തുടങ്ങിയത്. കേന്ദ്രത്തിന്റെ കരുതൽ മങ്ങിയ പ്രവാസികൾക്കായി കേരളം കരുതി എന്ന സംസ്ഥാന ബജറ്റിനെ കുറിച്ച് പ്രവാസി മലയാളികൾ ആശ്വസിക്കുന്നു എന്നത് കാണുവാൻ സാധിക്കും. 20-ലേറെ കാര്യങ്ങളിൽ പ്രവാസികളോട് സംസ്ഥാന ബജറ്റിൽ കരുതൽ കാണിക്കുകയുണ്ടായി. പ്രവാസികളുടെ പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ഗോൾഡ് ഓഫ് ഹോപ്പ് പോലുള്ള ചില പദ്ധതികൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചയുടെ തുടർച്ചയും വിപുലീകരണവുമാണെന്ന് തന്നെ പറയുവാൻ സാധിക്കും. അതേസമയം പ്രവാസി വകുപ്പിന് 90 കോടി രൂപ എന്ന എക്കാലത്തെയും വലിയ തുക നീക്കിവെച്ചാണ് ഏറെ ശ്രദ്ധേയമായത്. എയർപോർട്ട്, ആംബുലൻസ്, വിദേശ ജോലിക്ക് ജോബ് പോർട്ടൽ, വിദേശ മലയാളികൾക്ക് 24 മണിക്കൂർ ഹെൽപ്പ് ലൈൻ, 10,000 നഴ്സുമാർക്ക് വിദേശ ജോലി ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പരിശീലനം എന്നിങ്ങനെ കാത്തിരുന്ന പ്രഖ്യാപനങ്ങൾ ഏറെയാണെങ്കിലും ഇതിനായി വകവരുത്തിയ തുക കാര്യമായില്ല. സാന്ത്വനം പദ്ധതിക്ക് 27 കോടി വകയിരുത്തുകയും സഹായം കിട്ടാനുള്ള വരുമാന പരിധി 1.5 ലക്ഷം രൂപയാക്കുകയും ചെയ്തു. ഇതോടെ കൂടുതൽ ആളുകൾ ഇതിന്റെ പരിധിയിൽ വരും. പക്ഷേ പ്രവാസിക്ക് ഇപ്പോഴും സർക്കാരിന്റെ പല പദ്ധതികളിലും വേണ്ടത്ര വിശ്വാസം വന്നിട്ടില്ല എന്നാണ് കണക്കുകൾ കാട്ടിത്തരുന്നത് തന്നെ. ആ വിശ്വാസ്യത വർദ്ധിച്ചാൽ വിഭവ സമാഹരണവും കിഫ്ബി പദ്ധതികളുടെ വിജയവുമെല്ലാം ബജറ്റിൽ വിഭാവനം ചെയ്തതിനേക്കാൾ മികച്ചതാവുമെന്നും വേഗത്തിലാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം 89 ലക്ഷത്തിലേറെ ഇന്ത്യക്കാരുണ്ടെന്നാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞത്. ഇതിൽ 40% മലയാളികളാണ്. ഇവരും മറ്റ് വിദേശ രാജ്യങ്ങളിലെ മലയാളികളും കൂടി 1 ലക്ഷം കോടിയോളം രൂപയാണ് പ്രതിവർഷം കേരളത്തിലെ ബാങ്കുകളിലേക്ക് അയക്കുന്നത്. എന്നിട്ട് പ്രവാസികളുടെ ക്ഷേമത്തിനായി ഉദ്ദേശിച്ച് നടപ്പാക്കിയ പ്രവാസി ചിട്ടിയിലും പെൻഷൻ പദ്ധതിയിലുമെല്ലാം പ്രതീക്ഷിച്ച ആളുകൾ ചേരുകയോ വിചാരിച്ചത്ര പണം എത്തുകയോ ചെയ്തിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ സഭയിൽ വെളിപ്പെടുത്തിയ കണക്കുകളിൽ നിന്ന് തന്നെ തെളിയിക്കുവാൻ സാധിക്കും. പ്രവാസി ചിട്ടിയിൽ ഇതുവരെ ചേർന്നത് 15,000 പേരാണ്. അവർ തന്നെ ചിട്ടി ലേലത്തിൽ കാര്യമായി പങ്കെടുക്കുന്നില്ല. വേണ്ടത്ര വാശിയോടെ ലേലം വിളി നടക്കാത്തതിനാൽ ഡിവിഡൻസിലും കുറവ് വരുന്നുണ്ട്. ഇതുകൊണ്ട് കൂടിയാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മലയാളികളെ കൂടി ചിട്ടിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് തന്നെ. പരീക്ഷണാർത്ഥം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ 5 നഗരങ്ങളിൽ ഇത് നടപ്പാക്കിയത് വിജയകരമാണെന്ന് തെളിഞ്ഞിരുന്നു. പുതിയ തലമുറയ്ക്ക് ചിട്ടി അത്ര പരിചിതമല്ലാത്ത നിക്ഷേപ മാർഗമായതിനാൽ അത് കുറച്ചുകൂടി ആകർഷകമാക്കാനായി ക്ഷേമനിധി പെൻഷൻ പദ്ധതിയുമായി സംയോജിപ്പിച്ചു. പ്രവാസി ചിട്ടിയിൽ ചേർന്നവരുടെ അംശാദായം KSFE തന്നെ ക്ഷേമനിധിയിൽ അടയ്ക്കും. പ്രതിവർഷം 3,600 രൂപയാണ് ഇങ്ങനെ അടയ്ക്കുക. ദീർഘകാല നിക്ഷേപം നടത്തേണ്ട പെൻഷൻ പദ്ധതിക്ക് മറ്റും പണം മുടക്കാൻ പ്രവാസി ഉത്സാഹം കാണിക്കുന്നില്ല. ബാങ്ക് പലിശയേക്കാൾ ഉയർന്ന വരുമാനം ഉറപ്പു നൽകുമ്പോഴും മിക്കവരും മാറി നിൽക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസിക്കും ബജറ്റിൽ കരുതലുണ്ട്. പക്ഷേ അപ്പോഴും നാട്ടിലെത്തിയവർ ആരംഭിച്ച പല പദ്ധതികളുടെയും സ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്ക ബാക്കിയായി നിൽക്കുകയാണ്. ഏതായാലും പ്രവാസികൾക്ക് സർക്കാർ പദ്ധതികളോടുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ സ്വീകരിക്കുമെന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചു വരുന്നതെങ്കിലും ലോക കേരള സഭയും മറ്റു സംവിധാനങ്ങളും ഇതിനായി സർക്കാർ പ്രയോജനപ്പെടുത്തിയേക്കാം എന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.